എല്ലാവർക്കും സിനിമാ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഭയങ്കര കൺഫ്യൂഷനിലാണ്. എന്ത് കാണണമെന്ന് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. ആദ്യം വിചാരിച്ച ആക്ഷൻ കാണാമെന്ന്, പക്ഷെ അതിനാണെങ്കിൽ ഒരു മൂഡ് കിട്ടുന്നില്ല. പിന്നുള്ളത് ഹൊററാണ്, അത് തീരെ വേണ്ട. പിന്നെയുള്ളത് സർവൈവലാണ്. സർവൈവൽ കാണാൻ മൂഡുണ്ട്, പക്ഷേ വേണ്ട. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സിനിമ എൻ്റെ കയ്യിൽ കിട്ടുന്നത്, ഒരു റോബറി പടം. ഇതിൻ്റെ കോൺസെപ്റ്റ് തന്നെ ഭയങ്കര ഡിഫറെൻറ്റാണ്. സാധാരണ മോഷ്ടിക്കുന്ന പടത്തിലൊക്കെ നമ്മൾ കാണാറൊന്നില്ലെങ്കിൽ പൈസ, അല്ലെങ്കിൽ ഡയമണ്ട്, അല്ലെങ്കിൽ ഗോൾഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഓയിൽ മോഷ്ടിക്കുന്ന കുറച്ച് കള്ളന്മാരുടെ കഥയാണ് നമ്മളുടെ ഇന്നത്തെ സിനിമയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സൗത്ത് കൊറിയയിൽ ഓയിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി 12,000 കിലോമീറ്റർ വലുപ്പമുള്ള അണ്ടർഗ്രൗണ്ട് പൈപ്പ് ഉപയോഗിക്കാറുണ്ട്. ആ പൈപ്പിൽ നിന്നും ചില കള്ളന്മാർ ഓയിൽ മോഷ്ടിക്കാറുണ്ട്. അവരെ മോൾസ് എന്നാണ് വിളിക്കുക. ഇവനാണ് സ്ട്രോ. ഇവൻ വലിയൊരു പണച്ചാക്കാണ്. ഓയിൽ എടുക്കുക, വിൽക്കുക, ക്യാഷ് ഉണ്ടാക്കുക, അതാണ് അവൻ്റെ മെയിൻ പണി. അങ്ങനെ അതിനായി ഒരാളെ ഹയർ ചെയ്യുന്നു, ഒരു ഒന്നാന്തരം കള്ളനെ. ഈ പണിയിൽ കിങ് എന്നൊക്കെയാണ് അവൻ അറിയപ്പെടുന്നത്. അവൻ്റെ വിളിപ്പേര് തന്നെ ഡ്രിൽ ബിറ്റ് എന്നാണ്. ഈ ഡ്രിൽ ബിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഡ്രില്ലർ ഉണ്ടല്ലോ, അതിന് മുകളിൽ വെക്കുന്ന ഒരു ടൂളാണ്. പിന്നെ അവനെ വിളിക്കാനുള്ള കാരണം, അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് പൈപ്പ് ലൈനിൽ ഡ്രിൽ ചെയ്ത് തുളയിട്ട് ഓയിൽ മോഷ്ടിക്കുന്നത്. അങ്ങനെ അവൻ വരുന്നു, ടൂൾസ് എടുക്കുന്നു. ഇത് കണ്ടേക്ക് സ്ട്രോ ചോദിക്കുകയാണ്, എടാ ഇത് 1 ഇഞ്ചിൻ്റെ ഡ്രിൽ ബിറ്റ് അല്ലേ, ഇത് വെച്ച് ചെയ്താൽ പണി കിട്ടോ? എന്ത് പണി, ഞാനിത് ദിവസവും ചെയ്യുന്നതല്ലേ. ഇതും പറഞ്ഞവൻ ഡ്രിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പൈപ്പ് ലൈനകത്താണെങ്കിൽ 3 മിനിറ്റ് ഇൻ്റർവെൽ ടൈം എന്ന് പറയുന്ന ഒരു ടൈമുണ്ട്. അതായത് 3 മിനിറ്റിനകത്ത് ഇതിലൂടെ ഗ്യാസോ അല്ലെങ്കിൽ പെട്രോളോ ഓയിലോ ഒന്നും പാസ് ചെയ്യത്തില്ല. സോ ആ ഒരു സമയത്ത് വേണം ഇത് ഡ്രിൽ ചെയ്ത് ഇത് പുറത്തെടുക്കാൻ. എന്നാൽ ഇവിടെ വീരവാദം പറഞ്ഞ ഡ്രിൽ ബിറ്റിന് അതിന് സാധിക്കുന്നില്ല. സോ ഗ്യാസ് പുറത്തു വരുന്നു, അവിടെ വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നു. അതിൽ പെട്ടവൻ്റെ കാലിനും പൊള്ളലേൽക്കുന്നുണ്ട്. അങ്ങനെ സ്പോട്ടിൽ പോലീസ് എത്തി. ഇവനാണ് മാൻസിക്. ഇവനൊരു കോൺസ്റ്റബിൾ ആണേലും ആളൊരു പുലിയാണ്. എന്നാൽ അവൻ്റെ മേലുദ്യോഗസ്ഥർക്ക് അവനെ വലിയ മതിപ്പില്ല. എന്ത് പറഞ്ഞാലും മണ്ടത്തരം പറയണമെന്ന് പറഞ്ഞ് അവനെ അങ്ങ് പുറത്താക്കും. അങ്ങനെ അവിടെ നിന്നും ഡ്രിൽ ബിറ്റിൻ്റെ 1 ഇഞ്ചുള്ള ടൂള് അവന് കിട്ടുന്നുണ്ട്. ഇത് കണ്ടേക്ക് അവൻ പറയാണ്, സർ ഈ എക്സ്പ്ലോഷന് കാരണം ഈ ടൂളാവും. എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ മേലുദ്യോഗസ്ഥരാണെങ്കിലോ ഇവനെ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ മാൻസിക്കിൻ്റെ കീഴുദ്യോഗസ്ഥൻ വന്നു. അവനോട് മാൻസിക് പറയാണ്, എടാ എനിക്കുറപ്പാ ഇത് ചെയ്തിട്ടുണ്ടാവുക ആ ഡ്രിൽ ബിറ്റാ. അവൻ്റെ യഥാർത്ഥ പേര് കാങ് എന്നാണ്. അവനാ ഇത് ചെയ്തതെന്ന് എന്താ ഇത്ര ഉറപ്പ്? പൈപ്പ് ലൈൻ പെട്ടെന്ന് ഡ്രിൽ ചെയ്യണമെങ്കിൽ 1 ഇഞ്ച് തിക്കുള്ള ടൂള് വേണം. എന്നാൽ അത് അപകടം പിടിച്ച പണിയാണ്. അത്രയും ഭ്രാന്തൻ പരിപാടികൾ ചെയ്യാൻ ഡ്രിൽ ബിറ്റിന് മാത്രമേ സാധിക്കൂ. ഞാൻ അവനെ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഒരു കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്, അതും ഇതേ സെയിം കേസ്. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ജനറൽ എന്ന് പറയുന്ന ഒരുത്തനെയാണ്. ഇവനും ഒരു ഓയിൽ മോഷ്ടാവാണ്. ജനറൽ ഓയിൽ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് സ്ട്രോ വരുന്നത്. വരാന്ന് മാത്രമല്ല ഇവനിട്ട് 4 കൊടുക്കുന്നുണ്ട്. കാരണം ഇവനാണ് ഡ്രിൽ ബിറ്റിനെ ഹയർ ചെയ്ത് കൊടുത്തത്. എന്നാൽ ഈ ഡ്രിൽ ബിറ്റ് കാരണം സ്ട്രോക്ക് നല്ല നഷ്ടമാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജനറൽ ഒരു സത്യം പറയുന്നത്, എൻ്റെ പൊന്ന് സ്ട്രോ, അവനല്ല യഥാർത്ഥ ഡ്രിൽ ബിറ്റ്. നിങ്ങൾ തന്ന ക്യാഷിന് ആ മണ്ടനെ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. യഥാർത്ഥ ഡ്രിൽ ബിറ്റിനെ ഞാൻ കൊണ്ടുവരാം. അങ്ങനെ യഥാർത്ഥ ഡ്രിൽ ബിറ്റായ നമ്മളുടെ നായകനെ ജനറൽ വിളിച്ച് വരുത്തുന്നുണ്ട്. ഈ ഡ്രിൽ ബിറ്റാണെങ്കിൽ ഒരു പ്രത്യേക സ്വഭാവക്കാരനാ. ആര് പറഞ്ഞാലും അവൻ കേൾക്കില്ല, ഓൺലി സ്വന്തം തീരുമാനങ്ങൾ. അങ്ങനെ ജനറൽ പറയാണ്, ആ സ്ട്രോക്ക് നിന്നെ ഒന്ന് കാണണം, ഒരു പണിയുണ്ട്. ഇത് പറഞ്ഞ് നാക്കെടുത്തില്ല അവിടേക്ക് മാൻസിക് വരുന്നു. അവൻ വന്നിട്ട് ഇന്നലത്തെ എക്സ്പ്ലോഷനെ കുറിച്ചൊക്കെ ചോദിക്കാൻ. അത് മാത്രമല്ല ഇവരോട് പാൻറ് കയറ്റി വെക്കാൻ പറയുന്നുണ്ട്. കാരണം ഇന്നലെ ക്രൈം സീനിൽ നിന്നും കരിഞ്ഞു പോയൊരു പാൻറ് കിട്ടിയിട്ടുണ്ട്. അതായത് വന്നവൻ്റെ കാല് പൊള്ളിയ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു ഫസ്റ്റ് സീനിൽ, അതാണ് സംഭവം. എന്നാൽ ഇവന്മാരെ കാലുമ പൊള്ളലൊന്നുമില്ല. ഈ സമയത്താണ് അവിടെ ഒരു ടാങ്കർ കാണുന്നത്. ഇത് കണ്ടേക്ക് മാൻസിക്കിന് നല്ല ഡൗട്ട് അടിക്കാൻ. അവൻ പോകുന്നു, ടാങ്കറിന്റെ പൈപ്പ് അങ്ങ് ഓപ്പൺ ആക്കുന്നു. എന്നാൽ ഇത് ഓപ്പൺ ആക്കണ്ട എന്ന് 1000 പ്രാവശ്യം ജനറൽ പറയുന്നുണ്ട്. പക്ഷേ അവനതങ്ങ് ഓപ്പൺ ആക്കി. അതിൽ നിന്നും തെറിച്ചുകൊണ്ടിരിക്കുന്നത് സെപ്റ്റി ടാങ്കിലെ വെള്ളമാണ്. പിന്നെ പറയണ്ടല്ലോ, മാൻസിക്കിനെ നാറിയിട്ട് വയ്യ. അങ്ങനെ പിറ്റേ ദിവസമായി ആള് കുളിച്ച് കുട്ടപ്പനായിട്ടുണ്ട്. നാറ്റം മൊത്തം പോയിരിക്കുകയാണ് ഇവിടെ. അങ്ങനെ ഈ സമയത്ത് അവനൊരു തീരുമാനം എടുക്കാൻ, ഈ സിറ്റിയിലെ മുഴുവൻ ബിൽഡിങ്സ്, അതായത് വേക്കൻ്റായി കിടക്കുന്ന മുഴുവൻ ബിൽഡിങ്സ് ചെക്ക് ചെയ്യാൻ. അങ്ങനെ ഡ്രിൽ ബിറ്റ് ജനറൽ പറഞ്ഞ പോലെ തന്നെ സ്ട്രോയെ കാണുന്നു. സ്ട്രോ അവനക്കൊരു ജോലിയും കൊടുക്കുന്നു. അങ്ങനെ പണി തുടങ്ങി. നേരത്തെ പോലെ തന്നെ 3 മിനിറ്റ് സമയം. അവനൊരു ഇഞ്ചിൻ്റെ ടൂൾ എടുക്കുന്നു, ഹോൾ ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു തരം ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുവഴി നൈസായിട്ട് അങ്ങ് ഹോളിഡേ. ഇത് കണ്ടേക്ക് സ്ട്രോ ആണെങ്കിലോ ആകെ ഞെട്ടിയിരിക്കാൻ. അങ്ങനെ പണി കഴിഞ്ഞു, ക്യാഷും കിട്ടി. ഈ സമയത്ത് സ്ട്രോ പറയാണ്, ഡ്രിൽ ബിറ്റ് ഒരു വലിയ പണിയുണ്ട്, നിനക്ക് ഓക്കെ ആണോ? നിനക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ എൻ്റെ ബോസിനെ മുട്ടിച്ചു തരാം. അങ്ങനെ ബോസിനെ കാണാൻ വേണ്ടി ഡ്രിൽ ബിറ്റ് എത്തി വലിയൊരു ഹോട്ടലിലോട്ട്. അങ്ങനെ ബോസ് വന്നു. ബോസാണെങ്കിൽ ഒരു ചെറിയ പയ്യനാണ്. അവനാണെങ്കിൽ ചില്ലറ പ്ലാനിനെ കുറിച്ചൊന്നല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒറ്റയടിക്ക് 30 മില്യൺ ഉണ്ടാക്കുന്ന ജോലിയെക്കുറിച്ചാണ്. അവൻ ചോദിക്കുകയാണ്, നിനക്ക് ഈ 1 ഇഞ്ച് വിട്ടിട്ട് 2 ഇഞ്ചിൻ്റെ ഹോൾ ഇടാൻ പറ്റുമോ? ഇത് കേട്ടേക്ക് ഡ്രിൽ ബിറ്റ് അങ്ങ് ഞെട്ടി നിൽക്കുകയാണ്. കാരണം ഇവിടെ 1 ഇഞ്ച് ഇടാൻ തന്നെ ഒടുക്കത്തെ റിസ്ക്കാണ്, അപ്പോഴാണ് 2 ഇഞ്ച്. അങ്ങനെ ബോസ് പറയാണ്, ഈ സിറ്റിയിലെ 2 പൈപ്പുകൾ ഒരുമിച്ച് ലിങ്ക് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. ആ 2 പൈപ്പുകളിലും 2 ഇഞ്ച് വീതമുള്ള ഹോൾ ഇടണം. അതിനകത്തെ ഗ്യാസിലിൻ നമുക്കങ്ങ് അടിച്ച് മാറ്റേ വേണം.
നിനക്ക് ഓക്കെ ആണോ? ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാൻ, നിങ്ങൾക്ക് എന്താ വല്ല വട്ടുണ്ടോ? 2 പൈപ്പുകൾ എന്നൊക്കെ പറയുമ്പോൾ സാധനം ഒരുപാട് വരും. അത് കളക്ട് ചെയ്യാൻ ഒരു 100,000 ടാങ്കറയിലും വേണം. അത് നീ പേടിക്കണ്ട, നമ്മളുടെ കയ്യിൽ ഒരു വാട്ടർ ടാങ്ക് തന്നെയുണ്ട്. അതിലേക്കാണ് നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ആ വാട്ടർ ടാങ്ക് 58 ദിവസം കഴിഞ്ഞാൽ അപ്പാർട്ട്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി പൊളിച്ച് നീക്കം ചെയ്യും. അതിനു മുമ്പ് ജോലി തീർക്കണം. റിസ്ക് അല്പം കൂടുതലാണ്, അതുകൊണ്ട് നിനക്കുള്ള പ്രതിഫലവും കൂടും. 1 മില്യൺ നിനക്ക് ഓക്കെ ആണോ? 1 മില്യൺ എന്നൊക്കെ കേട്ടാ ആരാ വേണ്ടാന്ന് വെക്കുക? അവൻ യെസ് പറയുന്നു. അങ്ങനെ ബോസ് പ്ലാൻ പറയുന്നു. ഈ ഹോട്ടലിൽ നിന്ന് ടണൽ കുഴിച്ച് വേണം 2 പൈപ്പുകൾ ലിങ്ക് ചെയ്യുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ. അങ്ങനെ നമ്മളുടെ ഡ്രിൽ ബിറ്റ് ജോലിക്ക് ഇറങ്ങിത്തിരിക്കുന്നു. ഇവൻക്കൊരു പുതിയ ടീമിനെ ബോസ് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങേരാണ് സാം, ഈ കൂട്ടത്തിലെ തന്നെ പ്രായം കൂടിയ ആള്. അതുമാത്രമല്ല ഇങ്ങേർക്ക് ഈ ലാൻഡിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. പിന്നെ 30 വർഷം ഇങ്ങനെ സിവിൽ സർവീസിലൊക്കെ ആയിരുന്നു. ഇവനാണ് വെൽഡർ. ഈ വെൽഡർ തന്നെയാണ് നമ്മളുടെ ഡ്രിൽ ബിറ്റിന്റെ പേരിൽ സ്ട്രോയെ ആദ്യം പറ്റിച്ചത്. അത് മാത്രമല്ല ഇവനും ഡ്രിൽ ബിറ്റും തീരെ ഒത്തുപോയില്ല. 2 പേർക്കും നന്നായിട്ട് തന്നെ ഈഗോ പ്രശ്നമുണ്ട്. ഇവനാണ് അലക്സ്, നല്ല ഒന്നാന്തരം പണിക്കാരനാണ്. പിന്നെ ഇവളാണ് ലീന. പുറത്ത് എന്തെങ്കിലുമൊക്കെ പണി പാളിക്കഴിഞ്ഞാൽ ഇവളൊരു അലാറടിക്കും. അതുവഴി ബാക്കിയുള്ളവരെ അറിയിക്കുകയും ചെയ്യും, ഒരു സെക്യൂരിറ്റി പോലെ. അങ്ങനെ ഹോട്ടലിന്റെ ബോയിലർ റൂമിലെത്തി. ഇവിടെയാണ് കുഴിക്കേണ്ടത്. പക്ഷെ ഇവിടെയാണെങ്കിൽ ഭയങ്കര സ്മെല്ലാണ്. അപ്പോഴാണ് സാം ഒരു കാര്യം പറയുന്നത്. ഇതിനടിയിൽ പഴയൊരു അഴുക്ക് ചാലുണ്ട്. അങ്ങനെ ചുവര് പൊളിക്കാൻ പോവാം. പക്ഷെ എവിടെ പൊളിക്കണമെന്നുള്ളത് ഡ്രിൽ ബിറ്റ് തീരുമാനിക്കും. കാരണം ടീമിന്റെ ക്യാപ്റ്റൻ അവനാണ്. അങ്ങനെ അത് പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ ഈ സമയത്ത് സാമ് പറയാണ്, അത് വേണ്ട, അവിടെ പൊളിച്ചാൽ ശരിയാവില്ല. ഇവൻ ഇത് പറയാൻ കാരണം വേറൊന്നുമല്ല, ഈ ലാൻഡിനെ കുറിച്ച് നല്ല അറിവാണ്. പിന്നെ ഇത്രയും പ്രായമുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല എക്സ്പീരിയൻസും ഉണ്ട്. പിന്നെ പോരാത്തതിന് 30 വർഷം സിവിൽ സർവീസിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് സ്ഥലത്ത് പൊളിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടുമെന്നും പറഞ്ഞ് പൊളിക്കാനുള്ള അളവും കാൽക്കുലേഷനും അവൻ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ ഇതാണെങ്കിൽ ഡ്രിൽ ബിറ്റിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അവൻക്ക് അവന്റെ തീരുമാനങ്ങളാണ് വലുത്. എപ്പോഴും അങ്ങനെയാണ് ആള്. എന്നാലും നമ്മളുടെ സാം പറഞ്ഞതനുസരിച്ചിട്ടാണ് ഇപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പണി തുടങ്ങി. അപ്പോഴാണ് സാം ഒരു കാര്യം കണ്ടെത്തുന്നത്. ഇവരുടെ മുകളിലുള്ള കല്ലുകളുണ്ടല്ലോ, അതിന് വലിയ ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ നല്ല സാധ്യതയുണ്ട്. അങ്ങനെ സാം വരുന്നു, ഇത് ഡ്രിൽ ബിറ്റിനെ അറിയിക്കുന്നു. അതുമാത്രമല്ല ഈ കോൺട്രാക്ട് വിടാന്നാണ് ഇവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവർക്ക് ഇതിൽ നിന്നും പിന്മാറാൻ പറ്റില്ല. കാരണം ഈ കോൺട്രാക്ട് എടുക്കുമ്പോൾ തന്നെ ബോസും കൂട്ടരും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഹോട്ടൽ വിട്ട് നിങ്ങൾ ഒരിക്കലും പുറത്തു പോകരുത്. അത് മാത്രമല്ല ഇനി അഥവാ നിങ്ങൾ പിന്മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്ന അഡ്വാൻസ് ഞങ്ങൾക്ക് 2 ഇരട്ടിയായി തിരിച്ചു തരേണ്ടി വരും. ഇവർക്ക് കൊടുത്തിട്ടുള്ള അഡ്വാൻസ് ആണെങ്കിൽ ഏകദേശം 50 ലക്ഷം രൂപയൊക്കെ ഉണ്ട്. അതിൻ്റെ 2 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പാടാണ്. അതുകൊണ്ട് തന്നെ ഡ്രിൽ ബിറ്റ് ഇവരെല്ലാവരും നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. പിന്നെ മറ്റൊരു കാര്യം, ഈ കണ്ടീഷൻസിനെ കുറിച്ച് ഡ്രിൽ ബിറ്റിന് മാത്രമല്ല ഈ ടീമിന് മുഴുവൻ അറിയാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ജീവനാണ് അവർക്ക് വലുത്. അതുകൊണ്ടാണ് ഇതിൽ നിന്ന് പിന്മാറാന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എങ്ങനെയൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും അധികം രൂപ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇതേ സമയം മാനസികവും കീഴുദ്യോഗസ്ഥനും കൂടി നാട്ടിലുള്ള മുഴുവൻ ബിൽഡിങ്സും കയറി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാനസിക് ഒരു കാഴ്ച കാണുന്നത്. ഒരു ബിൽഡിംഗ്, ആരുമില്ലാത്തൊരു ബിൽഡിംഗ്. അതിനടിയിലായിട്ട് വലിയൊരു ഹോളും ഉണ്ട്. നമ്മളുടെ പിള്ളേരാണെങ്കിലോ ടണൽ കുഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇവർക്ക് വലിയൊരു കല്ല് കിട്ടുന്നത്. ഇനി ഫ്രണ്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കല്ല് പൊട്ടിക്കണം. അതിനായിട്ട് വലിയൊരു ഡ്രില്ലർ കൊണ്ട് ഡ്രില്ല് ചെയ്യണം. പക്ഷെ അങ്ങനെ ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് ആവും പുറത്തോട്ട്. അതുകൊണ്ട് തന്നെ ആദ്യം സൗണ്ട് ഇല്ലാണ്ടാക്കണം. അതിനുവേണ്ടി, അതായത് ആ സൗണ്ട് മറയ്ക്കാൻ വേണ്ടി നമ്മളുടെ വെൽഡറിനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുകയാണ്. അവിടെ ഭയങ്കര സൗണ്ടിൽ പാട്ട് പാടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവരാണ് ഈ കുഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മളുടെ കീഴുദ്യോഗസ്ഥനാണെങ്കിലോ നേരെ ഹോട്ടലിലോട്ട് വരുന്നുണ്ട്. കാരണം അവിടെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ബിൽഡിംഗ് ഒക്കെ അന്വേഷിക്കാനാണ് നമ്മളുടെ മാനസിക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവനെ കണ്ടപാട് നമ്മളുടെ ലീന വേഗം തന്നെ സിഗ്നൽ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇവന്മാരുടെ ഈ ഡ്രില്ലിംഗ് സൗണ്ട് കാരണം ഈ സിഗ്നലിൻ്റെ സൗണ്ട് ഇവർക്ക് കേൾക്കാനില്ല. ഇവരാകെ കുടുങ്ങിയിരിക്കുക. പോലീസുകാരനെങ്ങാനും ഈ ഡ്രില്ലിംഗ് സൗണ്ട് കേട്ട് അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ തീർന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പോലീസുകാരന് എന്തൊക്കെയോ ഒരു ഡൗട്ട് തോന്നുന്നത്. അവൻ കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടി അകത്തോട്ട് വരുന്നുണ്ട്. നമ്മളുടെ ലീനയാണെങ്കിലോ ഇവൻ എങ്ങനെയൊക്കെയോ പിടിച്ചു നിർത്തുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അങ്ങനെ അകത്ത് കയറിയപ്പോഴാണെങ്കിലോ അവിടെ ഗാനമേളയാണ്. അങ്ങനെ പോലീസുകാരൻ വരുന്നു, ഇതങ്ങ് ഓഫ് ചെയ്യുന്നു. പിന്നെ പറയണ്ടല്ലോ, ഡ്രില്ലിംഗ് സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. ലീനയാണെങ്കിൽ വേഗം വോക്കി ടോക്കി എടുക്കുന്നു, ബാക്കിയുള്ളവരെ അറിയിക്കുന്നു. ഇവരപ്പം തന്നെ ഡ്രില്ലിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ. അതുമാത്രമല്ല ഈ ഒരു ടണൽ മറയ്ക്കാൻ വേണ്ടി അവിടെ വലിയൊരു സാധനം കയറ്റി വെക്കുന്നു. അതുമാത്രമല്ല ഈ പോലീസുകാരന് ഡൗട്ട് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഇവരൊരു കാര്യം ചെയ്യുന്നുണ്ട്. അടിയിൽ അഴുക്ക് ചാലാണല്ലോ, അപ്പോൾ അത് ക്ലീൻ ആക്കുകയാണെന്നും പറഞ്ഞ് അവിടെ ഓസ്കാർ പെർഫോമൻസ് ഇവന്മാർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പോരാത്തതിന് മാസ്ക് ഇട്ടിട്ടാണ് ഡ്രിൽ ബിറ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. കാരണം വന്നിരിക്കുന്നത് നമ്മളുടെ മാനസിക്കിന്റെ അസിസ്റ്റന്റ് ആണ്. മാനസിക്കിനും അസിസ്റ്റന്റിനും ഡ്രിൽ ബിറ്റിനെ അറിയാം. അതുകൊണ്ട് തന്നെ ഡ്രിൽ ബിറ്റ് ഇവിടെ മാസ്ക് ഇട്ടുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ അങ്ങ് പാളിപ്പോവാൻ, ഈ മാസ്ക് അങ്ങ് താഴ്ത്താൻ പറയേ. ഡ്രിൽ ബിറ്റ് ആണെങ്കിലോ എന്ത് ചെയ്യണമെന്നൊന്നും അറിയാൻ പാടില്ല. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ശരി, വന്നിരിക്കുന്നത് പോലീസാണ്. മാസ്ക് താഴ്ത്തിയില്ലെങ്കിൽ അടുത്ത പണി അതിൻ്റെ മുകളിലാവും. സോ ഈ മാസ്ക് അങ്ങ് താഴ്ത്തുന്നു. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ.
സാറ് വെള്ളമടിച്ച് റോട്ടിക്ക് എടുക്കുമ്പോൾ ഞാനാണ് എന്ന് വീട്ടിൽ കൊണ്ടുവിടാറ്, സാറ് മറന്നാ? ഇത് കേട്ടേക്ക് പോലീസുകാരനാണെങ്കിൽ ആകെ ചമ്മി നിൽക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, അവൻ ഡെയിലി വെള്ളം അടിക്കുന്ന ആളാണ്. അങ്ങനെ പോലീസുകാരൻ പറയാണ്, ഓ അത് നീയായിരുന്നല്ലേ, സോറി മോനെ, വർക്ക് ചെയ്തോ. ഇതും പറഞ്ഞിട്ട് നമ്മളുടെ പോലീസുകാരൻ അവിടെ നിന്ന് പോകാൻ. സോ തൽക്കാലത്തിന് ഇവർ സേഫ് ആയിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്നാണ് ഇവരുടെ ടണലിൽ സാം പറഞ്ഞതുപോലെ ഒരു മണ്ണിടിച്ചിലുണ്ടാവുന്നത്. അതിനകത്ത് പെട്ടുപോകാൻ അലക്സും ലീനയും. ഇത് കണ്ടേക്ക് ബാക്കിയുള്ളവരാണെങ്കിൽ ആകെ ഭയന്ന് നിൽക്കുക. എന്നാൽ ഈ സമയത്ത് നമ്മളുടെ വെൽഡറാണെങ്കിൽ അവരെ രക്ഷിച്ചെടുക്കണമെന്ന് പോലും ചിന്തിക്കാതെ ഒരു കാര്യം പറയുന്നുണ്ട്, നമുക്ക് ഇവന്മാരുടെ പൈസയുമായി ഇവിടുന്ന് മുങ്ങിയാലോ. ഇത് കേട്ടേക്ക് നമ്മളുടെ ഡ്രിൽ ബിറ്റ് അങ്ങ് ചൂടാവുക. കാരണം ഈ ഒരു അവസ്ഥയിൽ ചോദിക്കാൻ പറ്റിയൊരു കാര്യമല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലീനനെയും അലക്സിനെയും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ മരിച്ചിട്ടില്ല, ജീവനോടെ തന്നെയുണ്ട്. അങ്ങനെ നമ്മളുടെ സാം ഒരു വിധത്തിൽ അവിടുത്തെ മണ്ണൊക്കെ മാറ്റുന്നു, അവരെ രക്ഷിച്ചെടുക്കുന്നു. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് മാനസിക്കിനെയാണ്. മാനസിക്ക് ഒരു ഹോള് കണ്ടുപിടിച്ച കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആ ഹോൾ ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നേരത്തെ നമ്മളുടെ ഡ്രിൽ ബിറ്റ് സ്ട്രോക്ക് വേണ്ടിയിട്ട് ഒരു ഹോള് കുഴിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവൻക്ക് ഓയിൽ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേ സെയിം ഹോള് തന്നെയാണ് ഇവിടെ നമ്മളുടെ മാനസിക് കണ്ടുപിടിച്ചിട്ടുള്ളത്. അങ്ങനെ മാനസിക് ഒരു ഓർഡർ ഇടുന്നു, അവിടെ അടുത്തുള്ള പ്രദേശങ്ങൾ മുഴുവൻ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാമിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻക്ക് തീരെ വയ്യ, അവൻ്റെ കിഡ്നിക്ക് നല്ല പ്രശ്നമുണ്ട്. പക്ഷെ ഇതാണെങ്കിലോ ബാക്കിയുള്ള ടീംമേറ്റ്സിനൊന്നും അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ ലീന അലാറടിക്കുന്നത്. ഇത് കേട്ടേക്ക് ഡ്രിൽ ബിറ്റ് എന്താ നോക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അവൻ ചെന്ന് നോക്കുമ്പോൾ നമ്മളുടെ വെൽഡർ ഉണ്ടല്ലോ, അവൻ രക്ഷപ്പെടാൻ നോക്കിക്കൊണ്ടിരിക്കേ. പിന്നെ പറയണ്ടല്ലോ, അവനെ പിടിക്കുന്നു, 4 പൊട്ടിക്കുന്നു. ഇതിന് കാരണം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ, ഈ ഒരു ഹോട്ടൽ വിട്ട് പുറത്തു പോകരുതെന്നാണ് ബോസുമായിട്ടുള്ള കരാറ്. അങ്ങനെ ഈ സമയത്ത് ബാക്കിയുള്ളവർ വരുന്നുണ്ട്. അങ്ങനെ അലക്സ് വന്നിട്ട് പറയാണ്, ചേട്ടാ നിങ്ങളൊന്ന് നിർത്ത്, ഇങ്ങനെ തല്ലിക്കഴിഞ്ഞാൽ അങ്ങേര് ചത്തുപോകും. ഇതും പറഞ്ഞിട്ട് നമ്മളുടെ വെൽഡറിന്റെ കയ്യിലുള്ള ബാഗ് ഒന്ന് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ അതിന് ചുവപ്പ് കളറാ. ഇതേ ചുവപ്പ് കളർ ബാഗ് തന്നെയാണ് നമ്മളുടെ അലക്സിന്റെ ബാഗിനും. ഇത് കണ്ടേക്ക് ഇത്രയും നേരം തല്ലണ്ടെന്ന് പറഞ്ഞ അലക്സ് അങ്ങ് 4 പൊട്ടിക്ക് ഡാ തെണ്ടീന്നും പറഞ്ഞ്. അങ്ങനെ ഈ സമയത്ത് വെൽഡർ പറയാണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എൻ്റെ മക്കൾക്ക് മാരകമായിട്ടുള്ളൊരു അസുഖമുണ്ട്, അവരുടെ ഹോസ്പിറ്റൽ ബില്ല് തന്നെ ഒരു തുക വരും, അതുകൊണ്ട് മാത്രം നിങ്ങളുടെ പണവുമായി ഞാനിവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഇനി ഞാനിങ്ങനെ ചെയ്യില്ല, സത്യം. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ ഡ്രിൽ ബിറ്റൊക്കെ ക്ഷമിച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്താണ് അവൻ ഒരു കാര്യം ഓർക്കുന്നത്, എങ്ങനെയായിരിക്കും നമ്മളുടെ ലീന ഇവർ രക്ഷപ്പെട്ടു പോകുന്നത് കണ്ടിട്ടുണ്ടാവുക. അവളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പുറത്ത് എന്താണോ നടക്കുന്നത് അത് ഇവരെ അറിയിക്കുക എന്നുള്ളതാണ്. സോ ഡ്രിൽ ബിറ്റ് പിന്നെ ഒന്നും നോക്കിയില്ല, ലീനയുടെ റൂമിൽ പോകുന്നു. അവിടെ ഏതാ സെക്യൂരിറ്റി ക്യാമറാസ്. ഇവനാകെ ഞെട്ടി നിൽക്കുക. കാരണം ഇവൾ ഇവരെ വാച്ച് ചെയ്യുന്ന കാര്യം ഇവർക്ക് ആർക്കും അറിയില്ല. അതും ബോസ് പറഞ്ഞിട്ടാണ് ഇവൾ വാച്ച് ചെയ്യുന്നത്. അങ്ങനെ ഈ സമയത്താണ് അവിടേക്ക് ബോസ് വരുന്നത്. അവൻ വന്നിട്ട് പറയാണ്, ഡ്രിൽ ബിറ്റ് നീ ഒരു കാര്യം ഓർത്തോ, ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ, ആരെങ്കിലും രക്ഷപ്പെടാൻ നോക്കിയാൽ പിന്നെ ഞാൻ നിങ്ങളുടെ ജീവനങ്ങ് എടുക്കും. പിന്നെ ഇത്രയും ചെയ്തതിന് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു പണിഷ്മെന്റ് തരണ്ടേ. സോ 1 മാസത്തിൽ തീരേണ്ട വർക്ക് നീയൊക്കെ കൂടി 10 ദിവസം കൊണ്ട് എനിക്ക് തീർത്തു തരണം. ഇത് കേട്ടേക്ക് ഇവനാണെങ്കിൽ ആകെ ഞെട്ടിയിരിക്കേ. കാരണം ഇറ്റ്സ് ഇമ്പോസിബിൾ. അങ്ങനെ അത് കഴിഞ്ഞ് ബോസ് നേരെ പോകുന്നത് വെൽഡറിൻ്റെ അടുത്തോട്ടാണ്. എന്നിട്ട് അവനെ അങ്ങ് 4 പൊട്ടിക്കുന്നുണ്ട്. ശേഷം ഒരു ഫോണും കൊടുക്കുന്നു. എന്നിട്ട് പറയാണ്, അവിടെ എന്ത് നടന്നാലും, ആ ടണലിനകത്ത് എന്ത് നടന്നാലും നീ എന്നെ വിളിച്ചറിയിക്കണം. അതിനുള്ള എക്സ്ട്രാ തുക നിന്നിൽ വന്ന് ചേരും. പിന്നെ നിന്റെ ടണലിലുള്ളവർ, നിന്റെ ടീംമേറ്റ്സ് ആരും ഇതൊന്നും അറിയരുത്. അങ്ങനെ നമ്മളുടെ പിള്ളേരാണെങ്കിൽ ഭയങ്കര ഹാർഡ് വർക്കിലാണ്. കാരണം 10 ദിവസത്തിനുള്ളിൽ വർക്ക് തീർക്കണം. ഇതിനിടയിലാണ് നമ്മളുടെ മാനസിക്കും കൂട്ടരും ആ കുഴി കിട്ടിയ ഭാഗം മുഴുവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതും മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച്. എന്നാൽ ഈ ഹോള് കിട്ടിയ ഭാഗം അത് നമ്മളുടെ ഹോട്ടലിന്റെ തൊട്ടടുത്താണ്. സോ ഹോട്ടൽ ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളും ഇവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെക്ക് ചെയ്ത് ഹോട്ടലിന്റെ ബാക്ക് സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇതാണെങ്കിൽ നമ്മളുടെ ലീന സെക്യൂരിറ്റി ക്യാമറ വഴി കാണുന്നുണ്ട്. അവൾ അപ്പം തന്നെ സിഗ്നൽ കൊടുക്കുന്നു. നമ്മളുടെ പിള്ളേരാണെങ്കിലോ ടണലിനകത്തുള്ള മൊത്തം മെറ്റൽസും അവിടെ നിന്ന് അങ്ങ് മാറ്റുക. കാരണം മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചാണ് ഇവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ ഇടയിലാണ് നമ്മളുടെ ഡ്രിൽ ബിറ്റ് അവൻ്റെ വാച്ച് ടണലിനകത്ത് മറന്നു വെക്കുന്നത്. അതാണെങ്കിൽ മെറ്റലാ. സോ എത്രയും വേഗം അത് എടുക്കണം. അപ്പോൾ അതെടുക്കാൻ വേണ്ടി നമ്മളുടെ ഡ്രിൽ ബിറ്റ് അകത്തോട്ട് പോകുന്നുണ്ട്. എന്നാൽ ഇതേ സമയം തന്നെ അവിടെ വലിയൊരു ഗ്യാസ് ലീക്ക് ഉണ്ടാവുന്നു. അത് സ്മെല്ല് ചെയ്യുന്നു. അവൻ ബോധം കെട്ട് വീഴുന്നു. എന്നാൽ അവനെ രക്ഷിച്ചെടുക്കാൻ ഒരാൾ പോലും മുന്നോട്ട് വരുന്നില്ല. കാരണം വേറൊന്നല്ല, അവിടെ ഉണ്ടായിരിക്കുന്നത് ഒരു ഗ്യാസ് ലീക്കാ. ഒരു ചെറിയ തീപ്പൊരി മതി ആ ടണലടക്കം മൊത്തത്തിൽ കത്തി നശിക്കും. എന്നാൽ ഇവിടെ സാം അതൊന്നും മൈൻഡ് ചെയ്യാതെ അവനെ അങ്ങ് രക്ഷിച്ചെടുക്കേ. ഇതേ സമയം നമ്മളുടെ പോലീസുകാരാണെങ്കിൽ അവിടെ സർച്ചിങ്ങും കാര്യങ്ങളൊക്കെ നിർത്തി വെക്കുന്നുണ്ട്. കാരണം അവർ കുഴിച്ചെടുക്കുന്നത് ജസ്റ്റ് ഒരു പൈപ്പാണ്. അതിനർത്ഥം ഇവർ കുഴിച്ചുകൊണ്ടിരുന്നിരുന്നത് ഈ ടണലിന്റെ മുകളിലല്ല, മറ്റൊരു സ്ഥലത്താണ്. അതുകൊണ്ട് മാത്രം ഇവർ സേഫായിട്ടിരിക്കുക. അങ്ങനെ നമ്മളുടെ ഡ്രിൽ ബിറ്റിന് ചെറിയ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ കെട്ടിവെക്കുന്ന സമയത്താണ് നമ്മളുടെ സാം ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. ഞാനൊന്ന് പുറത്തു പൊക്കോട്ടെ, എൻ്റെ വൈഫിന് ക്യാൻസറാണ്, അവൾക്ക് സർജറിക്ക് വേണ്ട പൈസ ഇന്നാണ് കൊടുക്കേണ്ടത്. ജസ്റ്റ് 2 മണിക്കൂർ മതി, ഞാൻ വേഗം പോയിട്ട് വരാം. എന്നാൽ ഇതിനാണെങ്കിൽ എല്ലാവരും നോ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവനെങ്ങാനും പുറത്തു പോകുന്നത് നമ്മളുടെ ബോസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും പ്രശ്നമാണ്.
പ്രത്യേകിച്ച് നമ്മളുടെ ലീനയാണ് സെക്യൂരിറ്റി ക്യാമറാസ് മുഴുവൻ വാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടിട്ടും മിണ്ടാതിരുന്നാൽ പണി അവൾക്കാണ് കിട്ടുക. പക്ഷെ അന്ന് രാത്രി ഡ്രിൽ ബിറ്റ് സാമിനെ പുറത്തോട്ട് കടത്താൻ നിൽക്കുകയാണ്, അതും മറ്റേ അഴുക്കുചാല് വഴി. എന്നാൽ ഇതാണെങ്കിലോ നമ്മളുടെ വെൽഡർ കാണുന്നുണ്ട്. വെൽഡർ വന്നിട്ട് പറയാണ്, അത് ശരി, പുറത്ത് കടക്കാനുള്ള പ്ലാൻ ആണല്ലേ. ഇത് ഞാൻ ആരോടും പറയണ്ടെങ്കിൽ നിങ്ങൾ എന്നെയും കൊണ്ടുപോകണം. എൻ്റെ കാലിനന്നൊരു പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഡോക്ടറെ കാണിക്കാനുണ്ട് എനിക്ക്. ഇത് കേട്ടപാട് അവനും കൂടെ കൂട്ടുന്നുണ്ട്. എന്നാൽ ഈ സമയത്താണ് നമ്മളുടെ ലീന ഇവർ രക്ഷപ്പെട്ടു പോകുന്നത് അങ്ങ് കാണുന്നത്. എന്നാൽ അവളത് ആരോടും പറയുന്നില്ല, മിണ്ടാതിരിക്കുക. അതുമാത്രമല്ല സെക്യൂരിറ്റി ക്യാമറാസ് മുഴുവൻ ഒരു ലൂപ്പാക്കി വെക്കുകയാണ്. അതായത് മുമ്പത്തെ ഫൂട്ടേജ് ഇപ്പോഴത്തെ ഫൂട്ടേജ് ആയിട്ട് കാണിക്കുക. അതുകൊണ്ട് തന്നെ നമ്മളുടെ ബോസ് ഇത് കണ്ട് വിശ്വസിച്ചിരിക്കുക. എന്നാൽ ഇവിടെ സെക്യൂരിറ്റി ക്യാമറ ചതിച്ചാലും നമ്മളുടെ വെൽഡർ ചതിക്കില്ല. അവൻ അപ്പം തന്നെ മെസ്സേജ് അയക്കുന്നു, ഇവർ പുറത്ത് കടക്കുമെന്നും പറഞ്ഞ്. പിന്നെ എന്താ നടക്കാന്ന് ഞാൻ പറയണ്ടല്ലോ, അവൻ ഇറങ്ങിത്തിരിക്കുന്നു. ഈ സമയത്താണ് അവനെ കാണാൻ വേണ്ടി ഒരു പലിശക്കാരൻ വരുന്നത്. അപ്പോഴാണ് നമുക്കൊരു കാര്യം വ്യക്തമാവുന്നത്. ഇവനൊരു ഓയിൽ സ്കാം നടത്തിയിട്ടുണ്ടായിരുന്നു, എന്നാൽ അത് ഫ്ലോപ്പായി പോയി. അങ്ങനെ അതിന്റെ പേരിൽ പലിശക്ക് പണമെടുത്തു. അതാണെങ്കിൽ തിരിച്ചടക്കാനും കഴിയുന്നില്ല. സോ ആള് കടത്തിൽ മുങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഹൈസ്റ്റിന് അവൻ ഇറങ്ങിത്തിരിച്ചത്. അങ്ങനെ പലിശക്കാരൻ വരുന്നു, ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ അതൊന്നും ഇവനക്കൊരു വിഷയമേ അല്ല. അവൻകിട്ട് പണി കൊടുത്തിട്ട് നമ്മളുടെ പിള്ളേർക്കിട്ട് പണിയാൻ വേണ്ടി അങ്ങ് ഇറങ്ങിത്തിരിക്കുകയാണ്. ഇവിടെ നമ്മളുടെ ടീംസ് ആണെങ്കിൽ അഴുക്കുചാല് വഴി പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സാം ഒരു കാഴ്ച കാണുന്നത്. അവിടെയുള്ള ചുവരിന് ചെറിയൊരു കളർ മാറ്റം. ഇത് കണ്ടേക്ക് സാം പറയാണ്, ഇത് പണ്ടത്തെ US ആർമിയുടെ അഴുക്കുചാലാണ്. ഇതിനകത്തൂടെ പൈപ്പ് ലൈൻ പോകുന്നുണ്ട്, അതും വാട്ടർ ലൈനും ഗ്യാസ് ലൈനും ഓയിൽ ലൈനും അങ്ങനെയെല്ലാം. ആ ടണൽ കുഴിക്കുന്ന നേരം ഇവിടെ കുഴിച്ചിരുന്നെങ്കിൽ എപ്പോഴേ നമ്മുടെ പണി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് അവരവിടുന്ന് പുറപ്പെട്ടു, പുറത്ത് കടക്കുകയും ചെയ്തു. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. അവിടെ വെച്ചിട്ടാണ് ഇവനൊരു കാര്യം മനസ്സിലാക്കുന്നത്. നമ്മളുടെ സാമിന്റെ ഭാര്യ മരിച്ചിരിക്കുകയാണ്. സമയത്തിന് അവർ ക്യാഷുമായി എത്താൻ അവർക്ക് സാധിച്ചില്ല. ഇതിനിടയിൽ വെൽഡർ ആണെങ്കിൽ അവന്റെ കാല് റെഡിയാക്കാൻ പോകുന്നു. പിന്നീട് അവൻ എത്ര നോക്കിയിട്ടും ഡ്രിൽ ബിറ്റിന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ, ടൈം ആകുമ്പോൾ വന്നോളും എന്നും കരുതി ഇവർ ഹോട്ടലിലോട്ട് തന്നെ കയറുന്നുണ്ട്. എന്നാൽ അവിടെ അതാ ബോസും ടീംസും ഇവരങ്ങ് പിടിച്ചു വെച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തിനാണ് പുറത്തു പോയതെന്നൊക്കെ സാം പറയുന്നുണ്ട്. എന്നാൽ വയ്യാത്ത സാമിനെ ഇവരടിച്ചുകൊണ്ടിരിക്കുകയെ. ഇത് കണ്ടേക്ക് മിഷനിൽ നിന്നും പിന്മാറുകയാണ് ഡ്രിൽ ബിറ്റ്. ഈ സമയത്ത് ബോസ് പറയാണ്, പിന്മാറാനാണ് നിന്റെ ഭാവമെങ്കിൽ നിന്റെ അമ്മയെ ഞാനങ്ങ് കൊന്നുകളയും. ഇത് കേട്ടാ ഡ്രിൽ ബിറ്റ് പിന്നെ പിന്മാറോ? ഒരിക്കലുമില്ല. അങ്ങനെ നമ്മളുടെ ബോസ് ഇവർക്കുള്ള ശിക്ഷയായിട്ട് പുതിയൊരു നിബന്ധന കൊണ്ടുവരുന്നുണ്ട്. 24 മണിക്കൂറും ജോലി. ഇതായിരുന്നു പുതിയ നിബന്ധന. അങ്ങനെ പണി തുടങ്ങി. പട്ടിയെ പോലെയാണ് പിള്ളേർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്, അടിച്ച് ജോലി ചെയ്യിപ്പിക്കാൻ. അങ്ങനെ ക്ഷമ നശിച്ച ഡ്രിൽ ബിറ്റ് അവിടെയുള്ള ഗാർഡ്സിനെ അടിച്ചിടുന്നു, പുറത്ത് കടക്കുന്നു. എന്നാൽ പുറത്ത് ഒരു ലോഡ് ഗുണ്ടകളാണ്. ഇവൻ വേഗം ഒരു ഗ്യാസ് കട്ടർ എടുക്കുന്നു, എല്ലാവരെയും പേടിപ്പിക്കുന്നു. എന്നാൽ ഇതേ സമയത്ത് തന്നെയാണ് അവിടേക്ക് ബോസ് വരുന്നതും സാമിനെ അങ്ങ് കൊല്ലുന്നതും. ഇത് കണ്ടപാടി ഇവരാകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ്. കാരണം കൂട്ടത്തിലെ ഒരാളാണ് ഇപ്പം മരിച്ചിട്ടുള്ളത്. അങ്ങനെ ബോസ് പറയാണ്, നീയൊന്നും എവിടേക്കും പോകുന്നില്ല, പണിയെടുക്കാൻ നോക്കടാ. ഇതും പറഞ്ഞ് അലക്സിന്റെ കയ്യിലോട്ട് വെടിവെക്കുന്നു. അങ്ങനെ തോക്ക് പിടിച്ച് മാറ്റാൻ വന്ന ഡ്രിൽ ബിറ്റിനും വെടിയേൽക്കുന്നുണ്ട്. ഈ സമയത്താണ് മാനസികോ അസിസ്റ്റന്റും ഹോട്ടലിലോട്ട് വരുന്നത്. കാരണം ഇവർക്കൊരു കംപ്ലൈന്റ് കിട്ടിയതിന്റെ പേരിൽ ഇവരൊരു കൃഷിസ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. ആ കംപ്ലൈന്റ് ഇതാണ്, ഈ കൃഷിസ്ഥലത്ത് ആരോ മണ്ണ് കൊണ്ടിടുന്നു. ഈ മണ്ണ് എവിടുന്നാണെന്നറിയാലോ, നമ്മളുടെ ടണൽ കുഴിക്കുമ്പോഴുള്ള മണ്ണാണ്. എന്നാൽ ഈ മണ്ണുകൾക്കിടയിൽ നിന്നും അസിസ്റ്റന്റിന് ഒരു മാർബിൾ കഷ്ണം കിട്ടുന്നു. ഇത് കണ്ടപാട് അവൻ പറയാണ്, ഇതാ ഹോട്ടലിലത്തെയാണ്. അന്ന് ഞാൻ അവിടെ പോയപ്പോൾ അഴുക്കുചാലിന്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഈ അഴുക്കുചാലിന്റെ വർക്ക് എന്ന് കേട്ടപാട് നമ്മളുടെ മാനസികിന് ഉറപ്പായി ആ ഹോട്ടലിൽ വലിയൊരു മോഷണം നടക്കുന്നുണ്ട് എന്നുള്ളത്. ഇവർ വേഗം അങ്ങോട്ട് പോവാൻ. അങ്ങനെയാണ് ഇവർ ഈ ഒരു ഹോട്ടലിൽ എത്തിയിട്ടുള്ളത്. അങ്ങനെ ബോസ് രക്ഷപ്പെട്ടു, അതുപോലെ തന്നെ ഡ്രിൽ ബിറ്റും കൂട്ടരും. ഡ്രിൽ ബിറ്റിന് സത്യം പറഞ്ഞാൽ ബുള്ളറ്റ് കയറിയിട്ടില്ല. അവന്റെ പോക്കറ്റിലിരിക്കുന്ന വാച്ച് അവനെ രക്ഷിച്ചിരിക്കാൻ. അതിന്റെ മുകളിലാണ് ഈ ബുള്ളറ്റ് വന്ന് പതിച്ചിട്ടുള്ളത്. അങ്ങനെ പോലീസുകാരാണെങ്കിൽ ഈ ഹോട്ടലിൽ മുഴുവൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും ഡ്രിൽ ബിറ്റിന്റെ ടൂൾസ് കിട്ടുന്നു. സോ അവരുറപ്പിച്ചു ഇതിന്റെ പിറകിൽ ഡ്രിൽ ബിറ്റാണെന്ന്. ഡ്രിൽ ബിറ്റും ടീമും ആണെങ്കിൽ ജനറലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ജനറൽ ഡ്രിൽ ബിറ്റിന്റെ അമ്മേനെ സേഫ് ആക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ഡ്രിൽ ബിറ്റിന് ഒരു ഫോൺ കോൾ വരുന്നത്. വിളിക്കുന്നത് ബോസാണ്. ഡ്രിൽ ബിറ്റ്, നിനക്കൊരു അവസരം കൂടെ ഞാൻ തരാം, ആ ജോലി തീർക്കാൻ നോക്ക്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഡ്രിൽ ബിറ്റിന് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി. വെൽഡർ ആണെങ്കിൽ ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. അവിടെ ഏതാ പോലീസ്. നാട് മുഴുവൻ ഡ്രിൽ ബിറ്റിനും ടീമിനും വേണ്ടി പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയണ്ടല്ലോ, അവരിവന്റെ പിന്നാലെ വരുന്നു. എന്നാൽ ഈ കറക്റ്റ് സമയത്താണ് ഡ്രിൽ ബിറ്റ് വരുന്നതും ഇവനെ അങ്ങ് രക്ഷിക്കുന്നതും. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഇവനോട് പറയുന്നുണ്ട്. എല്ലാവരും ഒറ്റിക്കൊടുത്തിട്ടും ഒന്നും അറിയാത്തതുപോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് വെൽഡർ. അങ്ങനെ ഡ്രിൽ ബിറ്റ് പറയാണ്, എൻ്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്, അത് വെച്ചാൽ ബോസിനിട്ട് പണിയാ നമുക്ക്. അങ്ങനെ അന്ന് രാത്രി ഡ്രിൽ ബിറ്റ് ബോസിന് ഫോൺ ചെയ്യുന്നു, റൂഫ് ടോപ്പിലോട്ട് വാടാ. ഇത് കേട്ടേക്ക് ബോസ് റൂഫ് ടോപ്പിലോട്ട് പോകുന്നു. നോക്കുമ്പോൾ അവരത് ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൽ. ഡ്രിൽ ബിറ്റ് പറയാണ്, ഞാൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം, ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞതിൻ്റെ 2 ഇരട്ടി ഞങ്ങൾക്ക് പ്രതിഫലമായിട്ട് കിട്ടണം. ഇത് കേട്ടേക്ക് ബോസ് ഇതിന് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ബോസാണ് ആള്, അവൻ്റെ കയ്യിലും പ്ലാൻസ് ഉണ്ടാവും. അങ്ങനെ ഡ്രിൽ ബിറ്റ് പണി തുടങ്ങി. ആദ്യം തന്നെ ഒരു കുഴി ഉണ്ടാക്കി അഴുക്കുചാലിലോട്ട് കയറുന്നു. എന്നിട്ട് ആ കുഴി മറയ്ക്കാൻ വേണ്ടി അതിന് മുകളിൽ ഒരു കണ്ടെയ്നർ ഇടുന്നു. ശേഷം അഴുക്കുചാലിനകത്ത് ഫുള്ള് ക്യാമറ വെക്കാൻ. എന്നിട്ട് US ആർമിയുടെ ചുവരുണ്ടല്ലോ, അത് പൊളിച്ചു മാറ്റുന്നു. അങ്ങനെ അകത്ത് കയറി. അവിടെ അതാ ഫുള്ള് പൈപ്പ് ലൈൻസ്,
വാട്ടർ ലൈൻ തുടങ്ങി ഇവർക്ക് അടിച്ചു മാറ്റേണ്ട 2 പൈപ്പും അതിനകത്ത് തന്നെയുണ്ട്. അങ്ങനെ ഈ സമയത്താണ് ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാമെന്നും പറഞ്ഞ് വെൽഡർ ഒന്ന് പുറത്തോട്ട് പോകുന്നത്. ഇത് കണ്ടേക്ക് ഡ്രിൽ ബിറ്റിന് എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നുണ്ട്. അവൻ പിന്നാലെ പോകുന്നു. അവൻ ചെന്ന് നോക്കുമ്പോൾ വെൽഡർ ബോസിന്റെ ആൾക്കാരിൽ നിന്ന് പുതിയൊരു ഫോൺ കൈപ്പറ്റിയാണ് ഇവർ ഒറ്റിക്കൊടുക്കാൻ. ഇത് കണ്ട ഡ്രിൽ ബിറ്റിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് മാൻസിക് ഡ്രിൽ ബിറ്റിന്റെ ഫോൺ ട്രാക്ക് ചെയ്ത് വരുന്നത്. അവരെങ്ങാനും വെൽഡറിനെ കണ്ടാൽ തീർന്ന്. സോ ഡ്രിൽ ബിറ്റ് ഇവരുടെ ഫ്രണ്ടിലോട്ട് അങ്ങ് ചാടുന്നു, ഓടാൻ ആരംഭിക്കുന്നു. ഇവർ പിന്നാലെയും വരുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ അവരിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഓടുന്നതിനിടെ ഒരു കല്ലിലിടിച്ച് അവനക്ക് നല്ല പരിക്ക് പറ്റുന്നു. അങ്ങനെ ഡ്രിൽ ചെയ്യാൻ പോവുക. പക്ഷെ അതിനോട് ഒരു പ്രശ്നമുണ്ട്. 2 ഇഞ്ചിന്റെ ടൂൾ ഉപയോഗിച്ചാണ് ഇത് ഡ്രിൽ ചെയ്യുക. ഇതിനാണെങ്കിൽ 3 മിനിറ്റ് ഇന്റർവെൽ ടൈം പോരാ, 5 മിനിറ്റേലും വേണം. അതിനായി ഇവരൊരു വഴി കണ്ടിട്ടുണ്ട്. ഈ ഓയിലിന്റെ ആൾക്കാരുണ്ടല്ലോ, അവരുടെ സിസ്റ്റത്തിലോട്ട് ലീന വഴി ഒരു എറർ മെസ്സേജ് അയക്കും. അതൊരു ബഗ്ഗാണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ എന്തായാലും ഒരു 5 മിനിറ്റേലും എടുക്കും. അതിനകത്ത് ഇവർ ഈ പൈപ്പ് ഓപ്പൺ ആക്കും. അങ്ങനെ മെസ്സേജ് അയക്കുന്നു, പണി തുടങ്ങുന്നു. ഈ സമയത്താണ് അഴുക്കുചാൽ ഒന്നുകൂടെ പരിശോധിക്കാമെന്നും പറഞ്ഞ് മാൻസിക്ക് പിന്നെയും അകത്ത് കയറുന്നത്. ഇത് കണ്ടപാട് ലീന വേഗം തന്നെ വിളിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ടേക്ക് പ്ലാൻ ബി ഓണാക്കാനാണ് നമ്മളുടെ ഡ്രിൽ ബിറ്റ് പറയുന്നത്. ഈ പ്ലാൻ ബി എന്താണെന്ന് വെച്ചാൽ ഡ്രിൽ ബിറ്റിന്റെ സൗണ്ട് മറയ്ക്കാൻ വേണ്ടി ജനറലും അലക്സും കൂടെ മറ്റൊരു ചുവരിൽ ഡ്രിൽ ചെയ്തുകൊണ്ടിരിക്കും. ഇത് കേൾക്കുമ്പോൾ പോലീസ് സ്വാഭാവികമായിട്ടും അവരുടെ പിന്നാലെയാണ് പോവുക. നമ്മളുടെ ടീംസ് ആണെങ്കിലോ പോലീസുകാരെ കണ്ടപാട് ഓടുന്നു, രക്ഷപ്പെടുന്നു, പുറത്ത് കടക്കുന്നു, വണ്ടിയുമായിട്ട് പോകുന്നു. ഇത് കണ്ട പോലീസും പുറത്ത് കിടക്കുന്നുണ്ട്. പക്ഷെ ഇവരെ തപ്പിയിട്ട് കിട്ടുന്നില്ല. സോ സിമ്പിളായിട്ട് നമ്മളെ പോലീസുകാരെ അങ്ങ് പുറത്ത് കടത്തിയിരിക്കുകയാണ് നമ്മളുടെ ഡ്രിൽ ബിറ്റും ടീമും. ഇതേ സമയം നമ്മളുടെ ബോസ് ആണെങ്കിലോ ഒരു ലോഡ് ബയ്യേഴ്സിനെയാണ് ഈ വാട്ടർ ടാങ്കിന് മുന്നിലോട്ട് വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ ആദ്യത്തെ പൈപ്പ് അവർ കംപ്ലീറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തത്. എന്നാൽ അതിന് ഹോളിടാൻ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. കാരണം ആ പരിക്കൊണ്ട് ഡ്രില്ലർ പൊക്കാൻ കൂടെ അവനക്ക് വയ്യ. അങ്ങനെ ഈ ഡ്രില്ലർ വെൽഡറിന് കൈമാറുന്നു. അവനക്ക് പേടിയാവുന്നുണ്ടെങ്കിലും ഒരു വിധത്തിൽ അവനത് കംപ്ലീറ്റ് ചെയ്യാൻ. അങ്ങനെ സംഭവം സക്സസ്. ടെസ്റ്റിനായി ബോസിന്റെ വാട്ടർ ടാങ്കിലോട്ട് ഒരു സാമ്പിൾ അയക്കുന്നു. എന്നിട്ട് പറയാണ്, ഇനി ഇത് മുഴുവൻ വേണമെങ്കിൽ ഞാൻ പറയുന്ന അഡ്രസ്സിലോട്ട് നീ ക്യാഷ് എത്തിക്കുക. ഇതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അവൻ പുറത്തു പോകുന്നു. എന്നാൽ ഈ സമയത്ത് ആരും അറിയാതെ വെൽഡർ ഈ പൈപ്പ് അങ്ങ് തുറന്നു വിടുക. അതും നമ്മളുടെ ബോസിന് വേണ്ടി. ബോസിന്റെ വാട്ടർ ടാങ്ക് ഇവൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ഈ ഒരു പോയിന്റിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഡ്രിൽ ബിറ്റ് കാത്തിരുന്നത്. അവനെ കൈയോടെ പിടിക്കാൻ. എന്നിട്ട് ഈ വെൽഡറിനിട്ട് 4 പൊട്ടിക്കുന്നു. എന്നിട്ട് ഈ ബോസിനെ വിളിച്ച് പറയാണ്, എടാ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പിന്നീന്ന് കുത്തുന്ന പരിപാടി വേണ്ടാന്ന്. ഞാനിപ്പോൾ എവിടെയാണെന്നുള്ളത് നിനക്കറിയാലോ. സോ ക്യാഷ് ഇവിടെ എത്തണം. ഇതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവൻ വെൽഡറിന് മുന്നിൽ മരിച്ച സാമിന്റെ ബാഗ് അങ്ങ് ഇട്ട് കൊടുക്കുക. അതിനകത്ത് നിറയെ ക്യാഷാ. എന്നിട്ട് പറയാണ്, സാമ മരിക്കുന്നതിന് മുമ്പ് അയാളുടെ ക്യാഷ് നിനക്ക് തരാനാ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്രയൊക്കെ ചെയ്ത് അങ്ങേരെ നീ മറക്കാൻ പാടില്ലായിരുന്നു. നിന്റെ മക്കൾക്ക് വയ്യല്ലോ, അതുകൊണ്ടാ സാം അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇതൊക്കെ കേട്ട് വെൽഡറാണെങ്കിൽ കരഞ്ഞോണ്ടിരിക്കുകയാണ്. അവനക്കാകെ കുറ്റബോധം തോന്നുക. അങ്ങനെ ബോസ് എത്തി. അവനക്ക് ഈ പൈപ്പ് കാണിച്ചു കൊടുക്കുന്നു. അതോടൊപ്പം ഓയിൽ അവന്റെ വാട്ടർ ടാങ്കിലോട്ട് ട്രാൻസ്ഫറും ചെയ്യുന്നു. എന്നാൽ ഈ സമയത്ത് വെൽഡറിനെ കാണിക്കുന്നുണ്ട്. അവനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ ബോസിന് വേണ്ടത് കിട്ടി. സോ അവൻ പണി തുടങ്ങി. പുറത്ത് നമ്മളുടെ പിള്ളേരെ പിടിക്കാൻ വേണ്ടി ഒരു ലോഡ് ഗുണ്ടകളാണ് വരുന്നത്. അടിയിലാണെങ്കിലോ നമ്മളുടെ ബോസിന്റെ ആൾക്കാരുണ്ട്. അങ്ങനെ അവന്മാർക്കിട്ട് പണിയാൻ വേണ്ടി വെൽഡറും അങ്ങ് വരികയാണ്. വെൽഡറിനെ കെട്ടിയിട്ടതായിട്ട് ഇവന്മാർ അഭിനയിച്ചതാ. പുറത്ത് നമ്മളുടെ ജനറലാണേലോ വലിയൊരു വണ്ടി കൊണ്ട് ആ ഗുണ്ടകൾക്ക് കിട്ട് പണി കൊടുത്തോണ്ടിരിക്കേ. അങ്ങനെ ബോസിനെ പിടികൂടി. അവിടേക്ക് മാൻസിക്കും വരുന്നു. മാൻസിക്കാണെങ്കിൽ ബോസിനെ മാത്രമല്ല, കൂട്ടത്തിൽ നമ്മളുടെ ഡ്രിൽ ബിറ്റിനും കൂടി അറസ്റ്റ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഡ്രിൽ ബിറ്റ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ. അങ്ങനെ ഡ്രിൽ ബിറ്റ് പുറത്ത് കടന്നു. പുറത്താണെങ്കിലോ നമ്മളുടെ പിള്ളേരെ പിടിച്ചു വെച്ചിരിക്കാൻ ഈ ഗുണ്ടകളെല്ലാം ചേർന്ന്. അങ്ങനെ പുറത്ത് കടന്ന നമ്മളുടെ ടീംസിനെ പിന്നെയും പൈപ്പിനകത്തോട്ട് തന്നെ കയറ്റുന്നുണ്ട്. അവിടെ ബോസ് ആണെങ്കിലോ ഫുള്ള് ബോംബ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ബോസ് അവൻ്റെ യഥാർത്ഥ പ്ലാനിനെ കുറിച്ച് പറയുന്നത്. ഈ സിറ്റിയിലെ മുഴുവൻ ഓയിലും ഇപ്പോൾ എൻ്റെ വാട്ടർ ടാങ്കിനകത്താണ്. ഇവിടെ ബോംബ് പൊട്ടുമ്പോൾ ആ തീ നേരെ പോവുക എൻ്റെ വാട്ടർ ടാങ്കിലോട്ടാണ്. സോ മില്യൺ ലിറ്റർ കണക്കിനുള്ള ഓയിലാണ് ഇവിടെ ബ്ലാസ്റ്റ് ആവാൻ പോകുന്നത്. ഈ നാട് തന്നെ കത്തിയെരിയും. സോ ഈ സിറ്റിയിലെ ഓയിൽ ഇല്ലാതാവും. എന്നാൽ എൻ്റെ പക്കൽ കുറച്ച് ഓയിലുണ്ട്, അതിൻ്റെ മൂല്യം അങ്ങ് കൂടും. പിന്നെ ഞാനായിരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാരൻ. ഇതും പറഞ്ഞ് അവരതിനകത്ത് കെട്ടിയിട്ട് ബോസ് അവിടെ നിന്ന് പോവാൻ. നമ്മളുടെ ഡ്രിൽ ബിറ്റാണെങ്കിലോ അവിടെ ഇരിക്കുന്ന ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് അവൻ്റെ കയർ ഇല്ലാതാക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ളവരോട് പുറത്ത് കിടക്കാൻ പറയാൻ. ശേഷം അവൻ ആ ബോംബെടുത്തിട്ട് അങ്ങ് ഓടുക. പക്ഷേ യാതൊരു കാര്യം ഉണ്ടായില്ല. തൽക്കാലത്തിന് സേഫ് ആവാൻ വേണ്ടി ആ ബോംബെടുത്ത് എറിയുന്നു. എന്നിട്ട് ഇവൻ വെള്ളത്തിൽ കിടക്കുന്നു. അങ്ങനെ ബോംബ് പൊട്ടി. ആ വാട്ടർ ടാങ്ക് ഒന്നാകെ അങ്ങ് തകർന്നു വീണു. എന്നാൽ അതിനകത്ത് പെട്രോളോ ഓയിലോ ഒരു തേങ്ങയില്ല. ഇനിയാണ് നമ്മളുടെ ട്വിസ്റ്റ്. ഈ US ആർമിയുടെ ചുവരിനകത്ത് ഓയിൽ പൈപ്പ് മാത്രമല്ല വാട്ടർ പൈപ്പ് കൂടിയുണ്ട്. അതിന്റെ വാൾവിലോട്ട് ബോസ് വരുന്നതിന് മുമ്പ് പൈപ്പ് കണക്ട് ചെയ്യുന്നു. സോ ബോസ് വന്ന് ഫില്ല് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് വെള്ളമാണ്. ബോസ് ആണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടാകെ കയ്യിൽ നിന്ന് പോയിട്ട് നിൽക്കുകയാണ്. പിന്നെ പറയണ്ടല്ലോ, ടീംസിനെ പിടിക്കാൻ വേണ്ടി ഒരു ലോഡ് ഗുണ്ടകളുമായി അവൻ ഇറങ്ങി തിരിച്ചു. നമ്മളുടെ പിള്ളേരാണെങ്കിലോ കയ്യിൽ കിട്ടുന്നത് എന്താണോ അതൊക്കെ എടുത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ പോലീസ് എത്തി. എല്ലാവരും അറസ്റ്റ് ചെയ്തു, നമ്മളുടെ ഡ്രിൽ ബിറ്റിനെയും ടീമിനെയും അടക്കം. അങ്ങനെ 3 വർഷം കഴിഞ്ഞു. ഇവർ ജയിലിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും പണി ഇത് തന്നെയാണ് കേട്ടാ. ഇവന്മാർ അടുത്ത പണിക്കുള്ള ഓരോ പരിപാടികളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ സമയത്താണ് അവിടേക്ക് നമ്മളുടെ മാൻസിക്ക് പിന്നെയും വരുന്നത്. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമ്മളുടെ പൈപ്പ് ലൈൻ എന്ന സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.